ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സബ്ജക്റ്റ് ടൈം മാനേജ്മെൻറ്റ് ഫോർ സക്സസ്. ജീവിത വിജയത്തിലെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ജീവിതത്തിന് പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ ഫിനാൻഷ്യൽ ഫ്രീഡം, ഓപ്റ്റിമൈസ് ശുഭാപ്തി വിശ്വാസം, ടൈം മാനേജ്മെൻറ്റ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രാധാന്യത്തിലൂടെ നോക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ജീവിത വിജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ നമ്മളത് പലരും അറിഞ്ഞോ അറിയാതെ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്തെ എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറാണ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി ശ്രീ മോദിജി ആണെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാം ഒരു ദിവസം 24 മണിക്കൂറാണുള്ളത്. പല നേതാക്കളും ഈ 24 മണിക്കൂറിൻ്റെ ലോകം തന്നെ ഭരിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ ഈ 24 മണിക്കൂർ ടൈം ശരിയായി വിനിയോഗിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് മറികടി വന്നാൽ മാത്രമേ നമുക്ക് ജീവിത വിജയം ഉറപ്പിക്കാൻ പറ്റൂ. എന്താണ് ടൈം മാനേജ്മെൻറ്റ്? ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ടൈം ഈസ് പ്രിഷ്യസ്. ടൈം വളരെ വിലപ്പെട്ടതാണ്. ടൈം ഈസ് മണി. ശരിയായ സമയം വിനിയോഗിക്കുന്നതിലൂടെ നമുക്ക് ധനം സമ്പാദിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്താം, സന്തോഷിക്കാം, ജീവിത വിജയം നേടാം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ രാവിലെ എഴുതിച്ച് പല കാര്യങ്ങളും അച്ചടക്കത്തോടുകൂടെ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ക്രമീകരിക്കാതെ ചെയ്യുന്നതുകൊണ്ട് ടൈം പലപ്പോഴും വേസ്റ്റായി പോകുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് കൂടുതലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജീവിത വിജയം നേടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഏറ്റവും അത്യാവശ്യം പാലിക്കേണ്ട കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തലേ ദിവസം ഒരു ദിവസത്തിൻ്റെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. അത് ഓർഗനൈസ് ചെയ്തുകൊണ്ട് നാളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതൊന്ന് എഴുതി വയ്ക്കുക. പല കാര്യങ്ങൾ കാണാം, അതെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക. അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ദിവസം നേടുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും അതുകൊണ്ട് നമ്മുടെ സമയനഷ്ടമില്ലാതെ ജീവിതക്രമം ചിട്ടപ്പെടുത്തുവാനും സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കാതെ സമയം പാഴാക്കളയും. യൂട്യൂബിലായിക്കോട്ടെ, ടി വിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചോ കൂടുതൽ സമയം നമ്മൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ സമയം പലപ്പോഴും ആവശ്യമില്ലാതെ പാഴാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് മാറി അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ ടൈം പ്ലാൻ ചെയ്തുകൊണ്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് ശരിയായ ടൈമിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം സുനിശ്ചിതമാണ്. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മുടെ അന്നത്തെ വർക്കുകൾ, അന്നത്തെ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്യണം. അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് തിരിച്ച് അതിനെ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന ടൈമിൽ തുടങ്ങി ഇന്ന ടൈമിൽ തീർക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഒരു യാത്ര അത് നേരത്തെ തീരുമാനിക്കുക, അത് ടൈമിൽ ഇറങ്ങുക. ഒരു ബസ് നമുക്ക് രാവിലെ ഒരു യാത്രയ്ക്ക് പോകണം, ട്രെയിനിൽ കയറണം. നമ്മുടെ 10 മണിക്കുള്ള ബസ്സിന് ആ 10 മണിക്ക് മുന്നായിട്ട് 5 മിനിറ്റ് മുന്നെങ്കിലും ആ സമയത്തെത്തി നമ്മളതിൽ കയറുവാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ ബസ്സിലോ ട്രെയിനിലോ പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏത് കാര്യങ്ങൾ നമ്മൾ ഒരാളെ കാത്തു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ അന്വേഷിച്ചു നമ്മുടെ ഒരു സുഹൃത്ത് വരാനുണ്ട്, നമ്മൾ അരമണിക്കൂറിന് മുന്നേ ചെന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അരമണിക്കൂർ താമസിച്ച് നിൽക്കുകയോ ചെയ്യണമെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റാക്കുന്നു, അതേപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ സമയവും വേസ്റ്റാക്കി കളയാനുണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പലപ്പോഴും നമ്മൾ സമയനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പല കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുമ്പോൾ പല നഷ്ടങ്ങളും നമുക്കുണ്ടാകണം. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം, രാവിലെ എണീക്കുന്നത് നമ്മളതിനെ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ്.
മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് എന്നാണ് പറയുന്നത്. അത് നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഹെൽത്തി, അയാളെ ആരോഗ്യം ഉണ്ടാവും, വെൽത്തി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, അതുപോലെ അയാൾ വയസ്സാണ്, അയാൾ വളരെ ബുദ്ധിമാനായിരിക്കും. ഇവിടെ നമുക്കവിടെ വയസ്സെന്നുള്ളതിന് പകരം സക്സസ് എന്ന് പറയാം. ജീവിതത്തിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്നുള്ള കാര്യം. അപ്പം നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സമയം കിട്ടുക ഉണ്ടാകുന്നു. രാവിലെ എണീക്കുന്ന ഒരാൾ ചെയ്യേണ്ടതാണ് പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞാൽ അത്യാവശ്യമായി നമ്മൾ എക്സസൈസോ യോഗയോ മെഡിറ്റേഷനോ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ലൊരു തുടക്കം കുറിക്കുക. ആ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ടൈം അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി തീർക്കുവാനും നമുക്ക് സക്സസ് ഉണ്ടാക്കുവാനും സാധിക്കുന്നുണ്ട്. നമ്മൾ സമയം വേസ്റ്റാക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഒരു കാര്യങ്ങളും സമയബന്ധിതമായി തീർക്കുവാൻ സാധിക്കാതെ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ്. നമ്മൾ പലപ്പോഴും മടിയന്മാരായിട്ട് മാറുന്ന ശീലങ്ങളുള്ള ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുക, നാളെ ചെയ്യേണ്ട മറ്റന്നാൾ മാറ്റി വയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങളും പെൻഡിങ് ആയി പോകുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില ആളുകൾ പറയുന്ന പോലെ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക. ഇന്ന് തന്നെ പല കാര്യങ്ങളും വൈകുന്നേരമോ രാത്രിയോ ചെയ്യേണ്ട കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ